ത്തിലൊന്നും ഒരു വീഴ്ചയും വരുത്താത്ത ആള് ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചോദ്യകർത്താക്കൾ സായിലാനി ചോദ്യകർത്താക്കൾ വരുന്നതിന്റെ മുമ്പ് അവരെ ഖബറിലേക്ക് വരുന്നത് ഈമാൻ അമലൊക്കെ ആയിട്ട് നിറഞ്ഞു പോയ ആളാണെങ്കിൽ കാണാൻ നല്ല ചൊറുക്കുള്ള ഒരു ശരീരം, വല്ലാത്ത സുഗന്ധം, വസ്ത്രമൊക്കെ കണ്ടാൽ നമ്മൾ കണ്ണഞ്ചിപ്പിക്കും. ആ രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരാൾ മുന്നിൽ വരും. അപ്പൊ ഖബറാൾ ചോദിക്കും, മൻ അൻതല്ലദീ മന്നല്ലാഹു അലൈക ബിക ഫവജ്ഹുകൽ വജീഹു യജീഉ ബിൽ ഖൈർ. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഈ പ്രശോഭിതമായ മുഖം കണ്ട് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ടല്ലോ. ആ ശരീരം പറയും, ആ രൂപം പറയും, അനഅമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സുഹൃതങ്ങളാണ്. ഒരുപാട് അധ്വാനിച്ച് നീ ചെയ്തില്ലേ, സമയമൊക്കെ അതിനു വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ധാരാളം ചെയ്തില്ലേ, നിന്റെ സുഹൃതങ്ങളാണ് ഞാൻ. അതെ, നിന്റെ ആ സുഹൃതങ്ങളെ കൊണ്ട് നീ ഇവിടെ സന്തോഷിക്കണം. നീ ദുനിയാവിൽ ഒറ്റക്ക് ചെയ്തപ്പോ നിന്റെ കൂടെ നടന്ന കൂട്ടുകാർ പലരും നീ ഒറ്റക്ക് ഖുർആൻ ഓതുമ്പോ, നീ ഒറ്റക്ക് ദിക്ർ ചൊല്ലുമ്പോ, നീ ഒറ്റക്ക് പള്ളിയിൽ ഇത്തികാഫിലിരിക്കുമ്പോ, ദീനീ ഖിദ്മത്തിൽ ഒറ്റയാനായിട്ട് നീ പ്രവർത്തിക്കുമ്പോ, നിന്റെ കൂടെ പ്രവർത്തിക്കേണ്ട, ഓതേണ്ട, ദിക്ർ ചൊല്ലേണ്ട, ജമാഅത്തിന് വരേണ്ട, സംഘടിതമായുള്ള ദീനീ പ്രവർത്തനത്തിൽ കയ്യൊപ്പ് ചാർത്തേണ്ട നിന്റെ കൂട്ടുകാർ നല്ല ആരോഗ്യമുള്ള സമയത്ത് അവരതാ ലക്ഷക്കണക്കിന് രൂപക്ക് വാടക എടുത്ത് അവർ കളിപ്പന്തൽ ഒരുക്കിയിട്ട് ഉല്ലസിക്കുകയാണ്. നീ അങ്ങനെയല്ല. എത്ര ലക്ഷങ്ങളാണ് വാരി വിതറിയത്. ദീനിന് ചോദിക്കുമ്പോ നമ്മളെ മക്കളെ കയ്യിൽ സംഭാവനയില്ല. ബാപ്പമാരെ, മലപ്പുറം ജില്ലയില്, കോഴിക്കോട് ജില്ലയില് കളിക്കേന്ദ്രങ്ങൾ വന്നത് ഹദീസ് നിങ്ങൾ മറന്നോ? വൽ മസാജിദു തുഹ്ജറു വൽ മലാഇബു തുഅ്മറു. കളിക്കേന്ദ്രങ്ങൾ പരിപാലിക്കപ്പെടും, പള്ളിയോ കാലിയാക്കപ്പെടും. ആ കളിക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങൾ സുബൈക്ക് കാണാറുണ്ടോ? അവരെ ആരെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഇശായിനെ കാണാറുണ്ടോ? ഒഴിവുള്ള സന്ദർഭത്തിൽ ജമാഅത്തിന് കാണാറുണ്ടോ? ജുമുഅക്ക് നേരത്തെ എത്തുന്നത് കാണാറുണ്ടോ? ഈ യൗവനം മാത്രം ഫുൾ ടൈം കളിയിൽ ഉപയോഗിച്ച് ദുനിയാവിന്റെ സുഖത്തിൽ മാത്രം ഉല്ലസിച്ച് കഴിയുമ്പോ, സഹോദര, നീ അങ്ങനെ ആയിരുന്നില്ല. നീ നിന്റെ വീട്ടിലോ, നിന്റെ പള്ളിയിലോ, നിന്റെ ദീനീ കേന്ദ്രത്തിലോ, നിന്റെ ഓഫീസിലോ ഇരുന്ന് അള്ള പൊരുത്തപ്പെടുന്ന പ്രവർത്തനം സ്വകാര്യമായും കൂട്ടമായും ചെയ്യുന്നവനായിരുന്നു. ഇവിടെ നീ ഒറ്റയ്ക്ക് കടന്ന് വിഷമിക്കണ്ട, നമുക്ക് സംസാരിച്ചിരിക്കാം. ആ നല്ല രൂപം പിരിയുന്നതിന്റെ മുമ്പ് പറയുന്നത്, ഒരു പേടിയും കരുതണ്ട, കുറച്ചു കഴിഞ്ഞാൽ ഇതാ മലക്കുകൾ വരുന്നുണ്ട്. നല്ല ആർജവത്വത്തോടെ നീ അങ്ങ് മറുപടി പറഞ്ഞോ. ഇതാരോട് പറയുന്നതാണ്? ഈമാനും അമലും നിറഞ്ഞ ആൾക്ക് ഖബറിൽ കിട്ടുന്ന സന്തോഷാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതിന്റെ